ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെതായ ടെൻഷനുണ്ട്. എനിക്ക് ക്യാമറയിൽ നോക്കണോ അതോ സ്ക്രീനിൽ നോക്കണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇന്ന് ഒരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ടുള്ളൊരു മലബാർ സ്നാക്കാണ്. ആക്ച്വലി ഇത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. പുള്ളി അവിടെ ഒരു വീട്ടിൽ ഇഫ്താറിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് യൂട്യൂബ് ഷോർട്ടിൽ ഉണ്ടായിരുന്നു. അതെനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ ഇന്ന് അത് നോക്കി ട്രൈ ചെയ്യാൻ പോവുകയാണ്. സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഈ വീഡിയോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഈ ബേബിക്ക് ഞാൻ ഫോൺ കയ്യിലെടുത്താൽ അപ്പോൾ അവർക്ക് ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒരു കടായിലെടുത്തു. അതിൻ്റെ കൂട്ട് കുറച്ച് വെള്ളവും വെച്ചു. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് അതിനകത്തോട്ട് കുറച്ച് ഏലക്ക പൗഡറും ഇട്ട് മിക്സ് ചെയ്തെടുക്കാനാണ് പ്ലാൻ. ഇനി അതെങ്ങനെയൊക്കെ വരും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ പഴം നിറച്ചതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയാണ്. പഞ്ചസാര മെൽറ്റായ പഞ്ചസാര, അതിലേക്ക് തേങ്ങ ചിരകിയതിട്ടു, അതിലേക്ക് കുറച്ച് ഏലക്ക ക്രഷ് ചെയ്തത് ഇട്ടു. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇത് ഫില്ല് ചെയ്യാം. നമ്മൾ ഏത്തപ്പഴം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. കുറച്ച് നല്ല ഡീപ്പായിട്ടൊന്ന് ഇതിനകത്തേക്കാണ് നമ്മൾ ഫില്ലിങ്സ് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരഞ്ഞെടുത്ത് പഴത്തിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ്സ് ഫില്ല് ചെയ്യും. ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മൾ കുറച്ച് മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നിറച്ച് വെച്ച പഴത്തിൽ ആ ഒരു കട്ടിങ് കവർ ചെയ്യുന്ന രീതിയിൽ ഈ മൈദ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് എണ്ണ ചൂടായതിന് ശേഷം മൈദ തേച്ച ഭാഗം ആദ്യം എണ്ണയിലോട്ട് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഒരു റെഡിഷ് കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് പീസസ് ആക്കി സെർവ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്നാലും ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എനിക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടുമ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ സൂൺ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.